അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കിതാബിലെ രണ്ടാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കുവാനുള്ളത്. പാഠത്തിൻ്റെ പേര് ഖബറുൽ മുബ്തദഇ ഹീന യകൂനു ജുംലതൻ ഔ ശിബ്ഹ ജുംലത്തിൻ. ഓക്കെ, നമ്മൾ ഇതുവരെ മുബ്തദ, ഖബർ എന്നിവയെക്കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതുവരെ പഠിച്ച ഖബറുകളെല്ലാം അത് മുഫ്രദായിട്ടുള്ള പദങ്ങളായിരുന്നു, അല്ലേ? ഉദാഹരണത്തിന് അൽ ബുസ്താനു ജമീലുൻ, സെയ്ദുൻ ഖായിമുൻ എന്ന് പോലത്തെ ഉദാഹരണങ്ങൾ. ഇവിടെ ജമീലുൻ, ഖായിമുൻ എന്നൊക്കെയാണ് ഖബറായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ രണ്ട് പദങ്ങളും മുഫ്രദായിട്ടുള്ള ഒറ്റ പദങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, എന്നാൽ ചില അവസരങ്ങളിൽ മുബ്തദഇൻ്റെ ഖബർ ജുംലയായിട്ടും ഷിബ്ഹ് ജുംലയായിട്ടും വരാറുണ്ട്. ജുംല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സെൻറ്റൻസിനാണ് പറയാം. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ജുംലയോട് സാദൃശ്യമായിട്ടുള്ള ലർഫ്, ജാർ, മജ്റൂർ എന്നിവക്കാണ് പറയാം. ഓക്കെ, അവയിലേക്കെല്ലാം നമുക്ക് കടക്കാം. ഏതായാലും ഒരു മുബ്തദഇൻ്റെ ഖബർ ജുംലയോ ഷിബ്ഹ് ജുംലയോ ആവുകയാണെങ്കിൽ അവിടെ പാലിക്കേണ്ട കാര്യങ്ങളാണ് നമുക്കിനി പഠിക്കുവാനുള്ളത്. പാഠത്തിലേക്ക് നോക്കാം. ഖബറുൽ മുബ്തദഇ, മുബ്തദഇൻ്റെ ഖബർ ഹീന യകൂനു ജുംലതൻ ഔ ശിബ്ഹ ജുംലത്തിൻ, ജുംലയോ ഷിബ്ഹ് ജുംലയോ ആകുമ്പോൾ. അപ്പോൾ ഒരു മുബ്തദഇൻ്റെ ഖബർ ജുംലയോ ഷിബ്ഹ് ജുംലയോ ആവുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാനുള്ളത്. അതിന് താഴെ അൽ അംസിലത്തു എന്ന് കാണാം, ഉദാഹരണങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതിന് താഴെയായിട്ട് നമുക്ക് 4 രൂപത്തിലുള്ള വ്യത്യസ്ത ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 1 എന്ന നമ്പറിട്ട ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അൽ ഹറക്കത്തു തുഖവ്വിൽ അളലാത്തി, അൻ നളാഫത്തു തുനശ്ശിത്തുൽ ജിസ്മ, അൻത അതഅ്തൽ അംറ, അസ്സുലഹ്ഫാത്തു സഹഫത്ത്. ഓക്കെ, ഒന്നാമത്തത് അൽ ഹറക്കത്തു, ചലനം. തുഖവ്വി, ഖവ്വ എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തി എന്നാണ് അർത്ഥം. അതിൻ്റെ മുസ്തഖ്ബിൽ മുഅന്നസാണ് തുഖവ്വി, ചലനം ശക്തിപ്പെടുത്തുന്നു. അൽ അളലാത്തി, പേശികളെ. അളലത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് അളലാത്തു എന്നുള്ളത് പേശികൾ എന്നർത്ഥം. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ചലിക്കുകയാണെങ്കിൽ, എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പേശിയെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് ആ ഉദാഹരണത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തത് അന്നലാഫത്തു തുനശ്ശിത്തുൽ ജിസ്മ, അന്നലാഫത്തു വൃത്തി, തുനശ്ശിത്തു നശ്ശത എന്നാൽ ഉന്മേഷം നൽകി എന്നാണ് അർത്ഥം. അതിൻ്റെ മുഅന്നസ് മുസ്തഖ്ബിലാണ് തുനശ്ശിത്തു, വൃത്തി ഉന്മേഷം നൽകുന്നു. അൽ ജിസ്മ ശരീരത്തിനിക്ക്. അപ്പോൾ നമ്മൾക്ക് വൃത്തി ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തത് അൻത അതഅ്തൽ അംറ, അൻത നീ, അതഅ്ത നീ അനുസരിച്ചിരിക്കുന്നു, അൽ അംറ കൽപ്പനയെ. അപ്പോൾ നീ കൽപ്പന അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ജുംലയിലുള്ളത്. ഇനി നാലാമത്തത് അസ്സുലഹ്ഫാത്തു സഹഫത്ത്, സുലഹ്ഫാത്ത് എന്ന് പറഞ്ഞാൽ ആമ എന്നാണ് അർത്ഥം. സഹഫ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അസ്സുലഹ്ഫാത്തു സഹഫത്ത്, ആമ ഇഴഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി 2 എന്നെഴുതിയിട്ടുള്ള 4 ഉദാഹരണങ്ങൾ വായിക്കാം. അൽ മുഹദ്ദബു അസ്തിഖാഉഹു കസീറൂന, അൽ മിസ്ബാഹു ലൗഉഹു ഷദീദുൻ, അൽ ബിന്തു ജമാലുഹ ഷറഫു, അത്തുജാറു ഷിആറുഹുമുസ് സിദ്ഖു. ഓക്കെ, എന്നർത്ഥം വെക്കാം. അൽ മുഹദ്ദബു സംസ്കാരമുള്ളവൻ, അസ്തിഖാഉഹു അവൻ്റെ കൂട്ടുകാരാകുന്നത്, കസീറൂന ധാരാളമാണ്. അപ്പോൾ സംസ്കാരമുള്ളവന് അവൻ്റെ കൂട്ടുകാർ ധാരാളമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ജുംല. ഇനി രണ്ടാമത്തത് അൽ മിസ്ബാഹു വിളക്കാകുന്നത്, ലൗഉഹു അതിൻ്റെ പ്രകാശം, ഷദീദുൻ ശക്തമായതാണ്. അപ്പോൾ വിളക്കുകൊണ്ടുണ്ടാകുന്ന പ്രകാശം വളരെ ശക്തമാണ് എന്നുള്ളതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് അൽ ബിന്തു ജമാലുഹ ഷറഫു, അൽ ബിന്തു പെൺകുട്ടി, ജമാലുഹ അവളുടെ ഭംഗി എന്നുള്ളത്, അഷറഫു മഹത്വമാണ്. അപ്പോൾ
ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ എത്രത്തോളം മഹത്വപൂർണ്ണമായിട്ടുള്ള ജീവിതമാണോ കാഴ്ചവെക്കുന്നത്, അതാണ് അവളുടെ യഥാർത്ഥത്തിലുള്ള ഭംഗി എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത ജുംല അത്തുജാറു ഷിആറുഹുമുസ്സിദ്ഖു. അത്തുജാറു യഥാർത്ഥ കച്ചവടക്കാർ. താജിറുൻ എന്നുള്ളതിൻ്റെ ജംആണ് തുജാർ എന്നുള്ളത്. അത്തുജാറു യഥാർത്ഥ കച്ചവടക്കാരാകുന്നത് ഷിആറുഹും അവരുടെ അടയാളം അസ്സിദ്ഖു സത്യം പറയലാണ്. അപ്പോൾ യഥാർത്ഥ കച്ചവടക്കാരാണ് എങ്കിൽ അവർ എപ്പോഴും സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം പറയുക എന്നുള്ളതാണ് അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്നർത്ഥം. ഓക്കെ, ഇനി 3 എന്നെഴുതിയിട്ടുള്ള 4 ഉദാഹരണങ്ങൾ നോക്കാം. അൽ കിതാബു ഫിൽ ഖിമത്തുരി, അസ്സർജു അലൽ ഫർസി, അൽ മതറു മിനസ് സഹാബി, അൻ നജാത്തു ഫിസ്സദിഖി. ഓക്കെ, അൽ കിതാബു പുസ്തകമാകുന്നത് ഫിൽ ഖിമത്തുരി. ഖിമത്തുർ എന്ന് പറഞ്ഞാൽ ഷെൽഫ്, അലമാര എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കിതാബ് ഷെൽഫിലാണ്. അസ്സർജു അലൽ ഫറസി, സർജ് എന്ന് പറഞ്ഞാൽ ജീനി എന്നാണ് അർത്ഥം. ഓക്കെ, കുതിര സവാരി നടത്തുന്നവരൊക്കെ കുതിരയുടെ മേൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്ന വിരിപ്പിനെ കുറിച്ചാണ് ജീനി എന്ന് പറയാറുള്ളത്. അപ്പോൾ അസ്സർജു ജീനിയാകുന്നത് അലൽ ഫറസി കുതിരയുടെ മേലാണ്. ഇനി 3-മത്തത് അൽ മതറു മിനസ് സഹാബി. അൽ മതറു മഴയാകുന്നത് മിനസ് സഹാബി മേഘത്തിൽ നിന്നാണ്. അപ്പോൾ മേഘത്തിൽ നിന്നാണ് മഴ വരുന്നത് എന്നാണ് 3-മത്തത് ഉദാഹരണത്തിൽ പറയുന്നത്. ഇനി 4-മത്തത് അൻ നജാത്തു ഫിസ്സദിഖി. അൻ നജാത്തു വിജയമാകുന്നത് ഫിസ്സദിഖി സത്യം പറയുന്നതിലാണ്. അപ്പോൾ യഥാർത്ഥ വിജയമിരിക്കുന്നത് സത്യം പറയുന്നതിലാണ് എന്നാണ് അവിടുത്തെ അവസാനത്തെ ഉദാഹരണം. ഓക്കെ, ഇനി 4 എന്നെഴുതിയിട്ടുള്ള 4 ഉദാഹരണങ്ങളൊന്ന് വായിക്കാം. അൽ ഖൻതറതു ഫൗഖൻ നീലി, അൽ മുതനസ്സഹു അമാമൽ ബൈത്തി, അസ്സാഅതു തഹ്തൽ വിസാദത്തി, അർറാഹത്തു ബഅദ തഅബി. ഓക്കെ, 1-മത്തത് അൽ ഖൻതറതു. ഖൻതറത്ത് എന്നാൽ പാലം എന്നാണ് അർത്ഥം. അപ്പോൾ പാലമാകുന്നത് ഫൗഖൻ നീലി നൈൽ നദിയുടെ മുകളിലാണ്. അപ്പോൾ നൈൽ നദിയുടെ മുകളിൽ പാലമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പാലം നൈൽ നദിയുടെ മുകളിലാണ് എന്നർത്ഥം. ഇനി 2-മത്തത് അൽ മുതനസ്സഹു. മുതനസ്സഹ് എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുന്ന കേന്ദ്രം എന്നാണ് അർത്ഥം. ഓക്കെ, ഉല്ലാസ കേന്ദ്രം എന്നാണ് അർത്ഥം. അൽ മുതനസ്സഹു ഉല്ലാസ കേന്ദ്രം, അമാമൽ ബൈത്തി വീടിന് മുന്നിലാണ്. അപ്പോൾ വീടിന് മുന്നിലാണ് ഉല്ലാസ കേന്ദ്രമുള്ളത് എന്നർത്ഥം. ഇനി 3-മത്തെ ഉദാഹരണം അസ്സാഅതു തഹ്തൽ വിസാദത്തി. അസ്സാഅതു വാച്ചാകുന്നത് തഹ്തൽ വിസാദത്തി തലയിണക്ക് ചുവട്ടിലാണ്. ഓക്കെ, തലയിണക്ക് താഴെയാണ് എന്നർത്ഥം. വിസാദത്ത് എന്നാൽ തലയണ എന്നാണ് അർത്ഥം. ഇനി 4-മത്തത് അർറാഹത്തു ബഅദ തഅബി. അർറാഹത്തു ആശ്വാസമാകുന്നത് ബഅദ തഅബി ക്ഷീണത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പണിയെടുത്ത് ക്ഷീണിച്ചതിന് ശേഷം ഒന്ന് വിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്രമമാകുന്നത്, ആശ്വാസമാകുന്നത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും 4 രൂപത്തിലുള്ള വ്യത്യസ്ത ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവ ഓരോന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ, 1 എന്ന് നമ്പറിട്ട ഉദാഹരണങ്ങൾ നോക്കൂ. അവിടെ അൽ ഹറക്കത്തു, അൻ നളാഫത്തു, അൻത, അസ്സുലഹ്ഫാത്തു എന്നൊക്കെയുള്ളതാണ് അവയിലെ മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. ഇനി അതിൻ്റെ ഖബർ അൽ ഹറക്കത്തു എന്നുള്ളതിൻ്റെ ഖബർ എന്താണ്? തുഖവ്വിൽ അളലാത്തി എന്നുള്ളതാണ്. അൻ നളാഫത്തു എന്നുള്ളതിൻ്റെ ഖബർ തുനശ്ശിത്തുൽ ജിസ്മ എന്നുള്ളതാണ്. ഓക്കെ, അൻത നീയാകുന്നത് അതിൻ്റെ ഖബർ എന്താണ്? അത്അതൽ അംറ എന്നുള്ളതാണ്. ഓക്കെ, ഇനി 4-മത്തത് അസ്സുലഹ്ഫാത്തു എന്നുള്ളതിൻ്റെ ഖബർ സഹഫത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയെല്ലാം ഖബർ വന്നിട്ടുള്ളത് ജുംല ഫിഅലിയയാണ് അല്ലേ. ഹറക്കത്ത് ചലനമാകുന്നത് തുഖവ്വിൽ അളലാത്തി പേശികളെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ തുഖവ്വിൽ അളലാത്തി എന്നുള്ള ഒരു ഫിഅലിയായിട്ടുള്ള ജുംലയാണ് തുനശ്യത്തുൽ ജിസ്മ എന്നുള്ള, അതാഴ്ത്തൽ അംറ എന്നുള്ള, സഹഫത്ത് എന്നുള്ള ഫിഅലിയായിട്ടുള്ള ജുംലകളാണ് ഇവിടെ ഖബറായിട്ട് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, സഹഫത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ സഹഫത്ത് ഹിയ എന്നുള്ള ലമീർ കൂടി ഉണ്ടാകും. അങ്ങനെയാണ് അത് ജുംലയാകുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി 2 എന്നെഴുതിയിട്ടുള്ള
ഉദാഹരണങ്ങൾ നോക്കാം. അവിടുത്തെ മുബ്തദഉകൾ അൽ മുഹദ്ദബു, അൽ മിസ്ബാഹു, അൽ ബിന്തു, അത്തുജാറു എന്നിവയാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഖബർ എടുത്തു നോക്കിയാൽ അൽ മുഹദ്ദബു എന്നുള്ളതിൻ്റെ ഖബർ അസ്ദിഖാഉഹു കസീറൂന എന്നുള്ളതാണ്. അൽ മിസ്ബാഹു എന്നുള്ളതിൻ്റെ ഖബർ ലൗഉഹു ഷദീദുൻ എന്നുള്ളതാണ്. അൽ ബിന്തു എന്നുള്ളതിൻ്റെ ഖബർ ജമാലുഹ ഷറഫു എന്നുള്ളതാണ്. അത്തുജാറു എന്നുള്ളതിൻ്റെ ഖബർ ഷിആറുഹുമുസ്സിദ്ഖു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയെല്ലാം ഖബർ വന്നിട്ടുള്ളത് ഇസ്മിയായിട്ടുള്ള ജുംലകളാണ് അല്ലേ. അസ്തിഖാഉഹു കസീറൂന, അവൻ്റെ കൂട്ടുകാർ ധാരാളമാണ്. ലൗഉഹു ഷദീദുൻ, അതിൻ്റെ പ്രകാശം ശക്തമായതാണ് എന്നിങ്ങനെയുള്ള ഇസ്മിയായിട്ടുള്ള ജുംലകളാണ് ഇവിടെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആദ്യത്തെ ഉദാഹരണത്തിൽ ഫിഅലിയായിട്ടുള്ള ജുംലകളാണ് ഖബറായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തേതിൽ ഇസ്മിയായിട്ടുള്ള ജുംലകളാണ് ഖബറായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ രണ്ടിടത്തും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഖബറുകളിൽ നിന്നെല്ലാം ഒരു ലമീർ മുബ്തദയിലേക്ക് മടങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, തുഖവ്വി എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഹിയ എന്നുള്ള ഒരു ലമീറുണ്ട് അല്ലേ. തുഖവ്വി എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ ശക്തിപ്പെടുത്തുന്നുവെന്നാണല്ലോ. അതിൻ്റെ ഉള്ളിൽ ഹിയ എന്നുള്ള ലമീറുണ്ട്. ആ ഹിയ എന്നുള്ളത് മടങ്ങുന്നത് അൽ ഹറക്കത്തു എന്നുള്ള മുബ്തദയിലേക്കാണ് എന്നുള്ളതുപോലെ തുനഷിത്തു എന്നുള്ളതിൻ്റെ ഉള്ളിലും ഹിയ എന്നുള്ള ഒരു ലമീറുണ്ട്. അത് നലാഫത്ത് എന്നുള്ള മുബ്തദയിലേക്കാണ് മടങ്ങുന്നത്. അതാഴ്ത്ത എന്നുള്ളതിൻ്റെ ഉള്ളിലും അൻത എന്നുള്ള ഒരു ലമീറുണ്ട്. അതും മുബ്തദയിലേക്ക് മടങ്ങുന്നതാണ്. സഹഫത്ത് എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഹിയ എന്നുള്ള ലമീറുണ്ട്. അത് സുലഹ്ഫാത്ത് എന്നുള്ള മുബ്തദയിലേക്ക് മടങ്ങുന്നതാണ്. ഓക്കെ, എന്നുള്ളതുപോലെ രണ്ടാമത്തെ ഉദാഹരണങ്ങൾ നോക്കിയാൽ അസ്തിഖാഉഹു കസീറൂന എന്നുള്ളിടത്ത് അസ്തിഖാഉഹു എന്നുള്ളിടത്തൊരു ലമീർ നമുക്ക് കാണാം. അത് അൽ മുഹദ്ദബു എന്നുള്ള മുബ്തദയിലേക്ക് മടങ്ങുന്നതാണ്. രണ്ടാമത്തേത് ലൗഉഹു ഷദീദുൻ എന്നുള്ളിടത്ത് ലൗഉഹു എന്നുള്ള ലമീർ അൽ മിസ്ബാഹു എന്നുള്ള മുബ്തദയിലേക്ക് മടങ്ങുന്നതാണ്. അൽ ബിന്തു ജമാലുഹ ഷറഫു, ജമാലുഹ എന്നുള്ള ലമീർ അൽ ബിന്തു എന്നുള്ള മുബ്തദയിലേക്കും ഷിആറുഹുമുസ്സിദ്ഖു എന്നുള്ളിടത്ത് ഷിആറുഹും എന്നുള്ള ലമീർ അത്തുജാറു എന്നുള്ള മുബ്തദയിലേക്കും മടങ്ങുന്നതാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഒരു മുബ്തദഇൻ്റെ ഖബർ ജുംലയായിട്ട് വരികയാണെങ്കിൽ അത് ഫിഅലിയായിട്ടുള്ള ജുംലയായാലും വേണ്ടില്ല, ഇസ്മിയായിട്ടുള്ള ജുംലയായാലും വേണ്ടില്ല, അവിടെ നിന്നെല്ലാം ഒരു ലമീർ മുബ്തദയിലേക്ക് മടങ്ങണം എന്നർത്ഥം. ഓക്കെ, അതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി 3 എന്നിട്ട ഉദാഹരണങ്ങൾ നോക്കുക. അൽ കിതാബു ഫിൽ ഖിമത്രി, അസ്സർജു അലൽ ഫർസി, അൽ മത്തറു മിനസ് സഹാബി, അൻ നജാത്തു ഫിസ്സുദ്ഖി എന്നുള്ളതാണ് അവിടുത്തെ ഉദാഹരണങ്ങൾ. ഇവിടെയെല്ലാം മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത് അൽ കിതാബു, അസ്സർജു, അൽ മത്തറു, അൻ നജാത്തു എന്നിവയാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഖബർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നാമത്തതിൽ ഫിൽ ഖിമത്രി എന്നുള്ളത്, രണ്ടാമത്തതിൽ അലൽ ഫർസി എന്നുള്ളത്, മൂന്നാമത്തത് മിനസ് സഹാബി എന്നുള്ളത്, നാലാമത്തത് ഫിസ്സുദ്ഖി എന്നുള്ളത്. ഓക്കെ, ഇവയെല്ലാം ജാറും മജ്റൂറും കൂടെ ചേർന്നതാണ്. ഫി, അല, മിൻ എന്നൊക്കെയുള്ളത് ജാറായിട്ടുള്ള ജറിൻ്റെ ഹർഫുകളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം വന്ന മജ്റൂറായിട്ടുള്ള ഇസ്മും കൂടെ ചേർന്നതാണ്. ഈ ജാറും ആ മജ്റൂറും കൂടെ ചേർന്നതാണ് കിതാബ് എന്നുള്ളതിൻ്റെ സർജ്, മത്തറ്, നജാത്ത് എന്നിവയൊക്കെ ഉള്ളതിൻ്റെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഫിൽ ഖിമത്രി എന്നുള്ളതാണ് കിതാബ് എന്നുള്ളതിൻ്റെ ഖബർ, അലൽ ഫർസി എന്നുള്ളതാണ് സർജ് എന്നുള്ളതിൻ്റെ ഖബർ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി 4 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ നോക്കിയാൽ അൽ ഖന്തറത്തു, അൽ മുതനസ്സഹു, അസ്സാഅത്തു, അറാഹത്തു എന്നിവയാണ് അവിടെ മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത്. ഖബറായിട്ട് വന്നിട്ടുള്ളതോ ഫൗഖൻ നീലി, അമാമൽ ബൈത്തി, തഹ്തൽ വിസാദത്തി, ബഅദ തഅബി എന്നിവയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫൗഖ്, അമാമ്, തഹ്ത്, ബഅദ് എന്നിവയൊക്കെ കുറിച്ചാണ് നമ്മൾ ലർഫ് എന്ന് പറയാറുള്ളത്. ലർഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ സമയത്തെയോ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ്
നമ്മൾ ലൊർഫ് എന്ന് പറയുന്നത്. ഫൗക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ, അതായത് ഒരു മക്കാനിനെ സൂചിപ്പിക്കുന്ന, സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. അമാമ എന്ന് പറഞ്ഞാലും തഹ്ത എന്ന് പറഞ്ഞാലും ഒക്കെ മുന്നിൽ, അടിയിൽ എന്നൊക്കെ പറയുന്നതൊക്കെ മക്കാനിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന ലൊർഫുകളാണ്, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ലൊർഫുകളാണ്. ഇനി ബഅദ എന്ന് പറഞ്ഞാലോ ശേഷം എന്നാണല്ലോ അർത്ഥം, അതൊരു സമയത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന ലൊർഫാണ് എന്നർത്ഥം. അപ്പോൾ 4 എന്ന് നമ്പറിട്ടതിൽ പറഞ്ഞിട്ടുള്ള 4 ഉദാഹരണങ്ങളിലെയും ഖബർ ലൊർഫാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള ഉദാഹരണങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ ഉദാഹരണങ്ങളിൽ ഖബറായിട്ട് വന്നിട്ടുള്ളത് എന്തായിരുന്നു? ഫിഅലിയായ ജുംലകളായിരുന്നു. രണ്ടാമത്തെ ഉദാഹരണങ്ങളിൽ ഖബറായിട്ട് വന്നത് ഇസ്മിയായ ജുംലകളായിരുന്നു. ഇവിടെ രണ്ടിടത്തും ഖബറിൽ നിന്നും ഒരു ലൊമീർ മുബ്തദയിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചിടത്ത് ജാർ മജ്റൂറായിട്ടുള്ള പദങ്ങളാണ് ഖബറായിട്ട് വന്നിട്ടുള്ളത്. നാലാമത്തെ ഇടത്ത് ലൊർഫാണ് ഖബറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഒരു മുബ്തദഇൻ്റെ ഖബർ ഇങ്ങനെ 4 രൂപത്തിലും കൂടെ വരാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച മൂന്നാമത്തെയും നാലാമത്തെയും ഉദാഹരണങ്ങൾ, അതായത് ജാർ മജ്റൂറും ലൊർഫും ഖബറായിട്ട് വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഷിബ്ഹ് ജുംല ഖബറായിട്ട് വരിക എന്ന് പറയുന്നത്. ജാർ മജ്റൂർ ലൊർഫ് എന്നിവയെയാണ് നമ്മൾ ഷിബ്ഹ് ജുംല എന്ന് പറയാറുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഖാഇദയിലേക്ക് കടക്കാം. അൽ ഖവാഇദു, ഖാഇദകൾ. ഓക്കെ, ഒന്ന് നോക്കുക. കമാ യകൂനു ഖബറുൽ മുബ്തദഇ മുഫ്രദൻ യകൂനു ജുംലതൻ ഫിഅലിയതൻ ഔ ജുംലതൻ ഇസ്മിയതൻ ഔ ശിബ്ഹ ജുംലത്തിൻ ഐ ലർഫൻ ഔ ജാറൻ വ മജ്റൂറൻ. ഒന്ന് നോക്കുക. കമാ യകൂനു ഖബറുൽ മുബ്തദഇ, മുബ്തദഇൻ്റെ ഖബർ ആകുന്നത് പോലെ, മുഫ്രദൻ മുഫ്രദാകുന്നത് പോലെ. അപ്പോൾ ഒരു മുബ്തദഇൻ്റെ ഖബർ മുഫ്രദാകുന്നത് പോലെ തന്നെ യകൂനു ജുംലതൻ ഫിഅലിയതൻ, അത് ഫിഅലിയായിട്ടുള്ള ജുംലയും ആകും. നമ്മൾ പഠിച്ച അൽ ഹറക്കത്തു തുഖവ്വിൽ അളലാത്തി എന്നുള്ളത് ഫിഅലിയായിട്ടുള്ള ജുംല ഖബറായിട്ട് വന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഔ ജുംലത്തൻ ഇസ്മിയത്തൻ എന്നുള്ളതുപോലെ ഖബർ ഇസ്മിയായിട്ടുള്ള ജുംലയും ആകും. അൽ മുഹദ്ദബു അസ്തിഖാഉഹു കസീറൂന എന്നുള്ളത് ഇസ്മിയായിട്ടുള്ള ജുംല ഖബറായിട്ട് വന്നതിൻ്റെ ഉദാഹരണമാണ് എന്നുള്ളതുപോലെ. ഔ ഷിബ്ഹ ജുംലത്തിൻ, ഓക്കെ, മുബ്തദഇൻ്റെ ഖബർ ഷിബ്ഹ് ജുംലയും ആയിട്ട് വരാറുണ്ട്. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഐ ലർഫൻ ഔ ജാറൻ വ മജ്റൂറൻ, ലർഫ്, ജാർ, മജ്റൂർ എന്നിവയായിട്ടും ഒരു മുബ്തദഇൻ്റെ ഖബർ വരാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഷിബ്ഹ് ജുംല എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു നിയമവും കൂടിയാണ് പറയുന്നത്. യജിബു, നിർബന്ധമാണ്, അൻ തഷ്തമില ജുംലത്തുൽ ഖബരി, ഖബറിൻ്റെ ജുംല ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. അലാ ലൊമീരിൻ, ഒരു ലൊമീറിൻ്റെ മേൽ ഉൾക്കൊണ്ടിരിക്കണം. എങ്ങനത്തെ ലൊമീർ? യർബിതുഹ, ഈ ലൊമീർ ആ ജുംലയെ ബന്ധിക്കുന്നു. ബിൽ മുബ്തദഇ, മുബ്തദഉമായിട്ട്. അപ്പോൾ ഒരു മുബ്തദഇൻ്റെ ഖബർ ഇസ്മിയായോ അല്ലെങ്കിൽ ഫിഅലിയായോ ഉള്ള ജുംലയായിട്ട് വരികയാണെങ്കിൽ ആ ജുംലക്കുള്ളിലായിട്ട് ഒരു ലൊമീർ ഉണ്ടാവണം. ആ ലൊമീർ മടങ്ങുന്നത് മുബ്തദയിലേക്കായിരിക്കണം. അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു മുബ്തദഇൻ്റെ ഖബർ ജുംലയായിട്ട്, ജുംല ഇസ്മിയായിട്ടും ഫിഅലിയായിട്ടും ഷിബ്ഹ് ജുംലയായിട്ടും വരാറുണ്ട്. ജുംല ഇസ്മിയ ഫിഅലിയ ആകുമ്പോഴെല്ലാം അതിൻ്റെ ഉള്ളിൽ മുബ്തദയിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീറും ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്നർത്ഥം.